പ്രിയമുള്ളവരെ, അടുത്ത 5 വർഷം നമ്മളെ പറ്റിക്കാൻ പോണ ആരായിരിക്കും അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? 10 വർഷം നമ്മളെ പിണറായി വിജയൻ പറ്റിച്ചെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇടി കിട്ടും, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇനി വരുന്ന 5 വർഷം നമ്മളെ പറ്റിക്കാൻ പോണ ആരായിരിക്കും? ഇപ്പോൾ UDF പുതിയൊരു പദ്ധതിയായിട്ട് വന്നിട്ടുണ്ട്. KSRTC ബസ്സിൽ നമുക്ക് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യാമെന്ന്. KSRTC ബസ്സിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നുണ്ട്. ആ ടിക്കറ്റിന് പൈസ കൊടുത്തിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ടിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ആളുകൾ എടുത്തില്ലെങ്കിലുള്ള ഗതികേടെന്ന് ഓർത്ത് നോക്കി. അത് കട്ടപ്പുറത്തിരിക്കണം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ തന്നെ കാണേണ്ടി വരും. ഇനി അതല്ല, ഇവർ ഈ ടിക്കറ്റ് എടുക്കാതെ നമ്മൾക്ക് യാത്ര അനുവദിച്ച് തന്നാൽ ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകണമെന്നറിയാം. ആ ടിക്കറ്റിൻ്റെ പൈസ നമ്മൾക്ക് വേറെ ഏതെങ്കിലും വകുപ്പിൽ നമ്മുടെ നിന്ന് പിഴിയും. ഇത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവർക്ക് ഉൾപ്പെടെ ശമ്പളം കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന ആളുകളാരും ശമ്പളം വേണ്ടെന്ന് വെക്കത്തില്ല. വേണ്ടെന്ന് വെക്കുക, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മന്ത്രിമാരാ MLA മാരാ ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ശമ്പളം വേണ്ട, അതിനി മുതൽ ഈ 5 വർഷത്തേക്ക് ഇനി അത് പിന്നെ KSRTCയുടെ പിന്നെ ഡിപ്പോയിലേക്ക് അല്ലെങ്കിൽ ആ വകുപ്പിലേക്ക് പോട്ടെ, ഞങ്ങളുടെ ശമ്പളവും ഞങ്ങൾക്ക് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം പോട്ടെ എന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും MLA മാരും MP മാരും ഈ പറയുന്ന ഈ പിന്നെ മന്ത്രിമാരും ആരെങ്കിലുമൊക്കെ പറയുക. ഇല്ല, പിന്നെ ആ കാശ് എവിടെ നിന്ന് എടുക്കും? ഇവർക്ക് ഉൾപ്പെടെ ശമ്പളം നമ്മൾ കൊടുക്കണം. അപ്പം നമുക്ക് ഓഫർ വെച്ചിരിക്കുകയാണ്. എന്താണ്? ഇനി KSRTC ബസ്സിൽ ഇനി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാമെന്ന്. ആരാണ്? വേണുഗോപാൽ ജി. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ പുതിയ സമ്മതിക്കണം കേട്ടോ. പിന്നെ പിണറായി സാർ, അദ്ദേഹം ഇതുവരെ ക്യാമറക്കാരുടെ ഈ പറയുന്ന പോലെ പിന്നെ പത്രക്കാരെടുക്കലും TV ക്കാരെടുക്കലൊക്കെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത്തവണ അദ്ദേഹം എന്തായാലും അവരെ വിളിച്ചിങ്ങനെ കയറി വാടാ മക്കളെ, ഞാനൊരു പോസ്റ്റ് കണ്ടതാണ് കേട്ടോ, കയറി വാടാ മക്കളെന്ന്. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവരില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തല്ലേ ഈ ശരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ രാഷ്ട്രീയ കളികൾ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. വടക്കേന്ത്യയിലും നമ്മുടെ ഈ പറയുന്ന തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാടം വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ ജയിപ്പിച്ച് വിടും. കാരണം സിനിമാടന്മാരെയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലെങ്കിൽ ഈ കുറച്ച് TV അല്ലെങ്കിൽ ലാപ്ടോപ്പോ കുറച്ച് പണം മുടക്കിയാൽ മതി. പണം മുടക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വടക്കേന്ത്യയിൽ അല്ലെങ്കിൽ പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വടക്കേന്ത്യയിലൊക്കെ ഈ മതത്തെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ രക്ഷപ്പെട്ടു പോകാം. കേരളത്തിൽ അതൊന്നും ഓടത്തില്ല. കേരളത്തിൽ ഓടുന്നത് ഈ ഇത്തരം പരിപാടികളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൂടുതലും വാഗ്ദാനങ്ങൾക്കാണ് പ്രാധാന്യം. വാഗ്ദാനങ്ങൾ കൊടുത്താൽ മതി, നടപ്പാക്കണമെന്നില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ തന്നെ നടപ്പാക്കണം. ഇലക്ഷന് മുമ്പ് തന്നെ നമ്മൾ നടപ്പാക്കണം. നടപ്പാക്കിയാൽ മാത്രമേ അത് പിന്നീട് അവർക്ക് മനസ്സിലാവും. ശരിയാണ്, ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു പിന്നെ 10 ലാപ്ടോപ്പ് അല്ല, ഒരു വീട്ടിൽ ഒരു +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുൻപായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ വേറെ കാര്യമുണ്ട്, അവർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു ഗുണമുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. ഇത് ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പായിട്ട് വീടുകളിലൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കയറി ഇറങ്ങി ഒരു 500 1000 അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ട് അവർ കൊടുക്കുകയും ചെയ്യും. ആ മേടിച്ചവരത് അവർക്ക് വോട്ടും ചെയ്യും. കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല. കേരളത്തിൽ വേണ്ടത് വാഗ്ദാനമാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വേണുഗോപാൽജി ഇപ്പോൾ നമ്മളിതിൽ KSRTC ബസ്സിൽ പിന്നെ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യാമെന്നുള്ളൊരു ഓഫർ തന്നിട്ടുണ്ട്. ഇനി പിണറായി സാർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മളുടെ ഈ പറയുന്നത് പോലെ ഇനി NDA നമുക്കറിയാമല്ലോ, BJPയുടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പാലായിലൊക്കെ വന്നിട്ട് ഒരുപാട് പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. പാലായിലൊക്കെ അവിടെയൊക്കെ ചെന്നിട്ട് ഈ BJP എന്ത് കാണിക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ BJPയെ തരം താഴ്ത്തി കുറച്ച് പറയല്ല, ഞാൻ കുറച്ച് കാണുകയല്ല. BJP എന്ന് പറയുന്നത് നമ്മളുടെ ഭാരതം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP പാലായിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഷോൺ ജോർജും ഈ പറയുന്ന പോലെ PC ജോർജും കൂടെ പൂഞ്ഞാറ്റിലും പാലായിലൊക്കെ കൂടെ ഇങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും. PC ജോർജിനെ കൊണ്ട് പറ്റും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. PC ജോർജിനെ കൊണ്ട് പറ്റും. കാരണം PC ജോർജ് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറ്റിൽ MLA ആയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച് ഭൂരിപക്ഷത്തോട് ജയിച്ച് ആ നാട്ടിൽ അത്യാവശ്യം വികസനമൊക്കെ കൊണ്ടുവന്ന ആൾ തന്നെയാണ്. സംഭവം ഉള്ള ആരും തുറന്നു പറയാല്ല. ഇച്ചിരി വിവരക്കേടാണെങ്കിലും ആൾക്ക് കപ്പാസിറ്റി ഉണ്ട്, ആൾ ചെയ്യും. അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് അയാൾക്ക്. പിന്നെ ആൾ സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡാണ്. നമ്മൾ ഈ പറയുന്ന പോലെ PC ജോർജ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഈ വിവരക്കേട് വായിന്ന് വരുമെങ്കിലും അയാൾ കുറച്ചൊക്കെ മാന്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. വിവരക്കേട് വിളിച്ച് പറയും, മനസ്സിലായോ? പിന്നെ ഈ മറ്റുള്ള രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് കക്കാനും നിൽക്കാനും അറിയാവുന്ന രാഷ്ട്രീയക്കാരെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഇച്ചിരി പുറകോട്ടാണ്. കാരണം പുള്ളിക്ക് കക്കാൻ അറിയാം, പക്ഷെ നിൽക്കാൻ അറിയില്ല. പുള്ളി എന്തെങ്കിലും വിവരക്കേടോ കാര്യങ്ങളൊക്കെ കാണിച്ച് വെച്ചിട്ട് പുള്ളി അത് തുറന്ന് പറയും. ആരെയും പേടിക്കത്തില്ല. അത് പുള്ളി ചൂടായി കഴിയുമ്പോൾ അങ്ങ് എടുത്ത് അലക്കും. അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും, ശരി അതാണല്ലേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റുമാനൂരിൽ നിന്നുള്ള ഓട്ടമൊക്കെ പോയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി തോറ്റുപോയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഈ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിനെ തള്ളി പറഞ്ഞതുകൊണ്ടാണ്. അത് പുള്ളിയുടെ വിവരക്കേടാണ്. കാരണം ഒരു പ്രതിനിധി
ഒരു പിന്നെ എന്താ പറയുക, ഒരു ജനപ്രതിനിധി ഒരിക്കലും ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒന്നിനെയോ തള്ളി പറയാൻ പാടില്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കണം. അത്രയും ചിന്ത അയാൾക്കില്ല. പക്ഷേ പുള്ളി നല്ല മനുഷ്യനാണെന്നാണ് നമ്മൾ കേട്ടിടത്തോളം. ആ പൂഞ്ഞാറ്റിൽ ഒരുപാട് വികസനമൊക്കെ കൊണ്ടുവന്ന ആൾ തന്നെയാണ് അയാൾ. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ജയിക്കുകയോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ജയിച്ചാലും പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളൊക്കെ ഇരുന്നില്ലേ, ഇനി മതി. ഇപ്പോൾ പാർട്ടി പ്രവർത്തനമായിട്ടൊക്കെ ഇത്ര നാൾ നടന്നു, ഇനി റിട്ടയർമെൻറ്റിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. പിണറായി വിജയൻ പറഞ്ഞ പോലെ പ്രായമായവരൊക്കെ മാറി നിൽക്കുക എന്ന് പിണറായി വിജയൻ അവർ പറഞ്ഞതുപോലെ പി.സി. ജോർജിനൊക്കെ പ്രായമായി. അപ്പോൾ കുറച്ചാൾ മാറി ഇനിയിപ്പോൾ വീട്ടിൽ നിന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം അല്ലേ, ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്താവും, ആര് കൊണ്ടുപോകും. അടുത്ത മാസം 9-ാം തീയതി ഇലക്ഷനാണ്. അത് കഴിഞ്ഞാൽ ഒരു മാസം കൂടെ കഴിഞ്ഞ് ഇലക്ഷൻ ഈ പറയുന്ന പോലെ റിസൾട്ട് വരുമ്പോൾ ആരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതെന്ന് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുൻപത്തേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസം ഈ പ്രാവശ്യം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ BJP ആണെങ്കിലും ഇത്തിരി കൂടെ ഒന്ന് പിടിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. BJPക്ക് ഇത്തിരി കൂടെ ഒരു ചാൻസ് കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ശബരിമല കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാമല്ലോ, ശബരിമലയിൽ ആ മറ്റേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ മുഴങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ അത് LDFന് ഒരു വിനയായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. എന്തായാലും ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക അല്ലേ. പറ്റിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും കൂടെ ഒന്ന് പരിഗണിക്കുക ജനങ്ങളെ. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഓക്കെ.